السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. تصلي بلا قلب صلاة بمثلها يكون الفتى مستوجبا لعقوبتي تضلوا وقد أتممتها غير عالم تزيد احتياطا ركعة بعد ركعة فويلك تدري من تناجيه مغرضا وبين يدي من تنجلي غير محبتي إلى اهدنا في من هديت وخذ بنا إلى الحق نهجا في سواء طريقتي. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഹബീബായ തങ്ങൾ ഒരുപാട് ശ്രദ്ധ പുലർത്തിയ ആളായിരുന്നു. ശുദ്ധമായ റസൂലുള്ളാഹിനെ ബുർദയെ കുറിച്ച് പറയുന്നത് കാണാം. സുന്നത്ത് നിസ്കാരത്തിൽ ഒരുപാട് മുഴുകിയിരുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളോട് ഒരു സ്വഹാബി അസ്അലുക മുറാഫഖതക ബിൽ ജന്ന, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ അടുത്തുള്ള സ്ഥാനം, അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ അടുത്തൊരു സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് അറൈനി ബികസറത്തി സുജൂദ്, നീ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം എന്നാണ്. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ വലിയ മഹത്വവും വലിയ പവറും ഒരു മനുഷ്യൻ അത് ചെയ്താൽ കിട്ടുന്ന വലിയ ബർക്കത്തുമുള്ള ഒരു സുന്നത്ത് നിസ്കാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തൊട്ട് റിവായത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹും മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹും ഇതിനെ സ്വഹീഹും ഹസനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അബൂ ദാവൂദ് ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ലി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബ്ബാസ്, യാ അമ്മാ, ഓ അബ്ബാസ് തങ്ങളെ, അലാ ഊതീക, നിങ്ങൾക്ക് ഞാൻ നൽകട്ടെയോ, നിങ്ങൾക്ക് ഞാൻ തരട്ടെയോ, അലാ അന്നഹുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പാരിതോഷികം നൽകട്ടെയോ, പോരാ, അലാ അഹ്ബൂക, നിങ്ങൾക്ക് ഞാൻ വാരിക്കോരി നൽകട്ടെയോ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വാരിക്കോരി എന്ന് നൽകട്ടെയോ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക. എന്നിട്ട് പറയുന്നു, അലാരിയണം അസ്അലുബിക, അതുകൊണ്ട് നീ ചെയ്യണം, അതുകൊണ്ട് നീ ചെയ്താൽ, അത് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വാരിക്കോരി നൽകുന്ന, നിനക്ക് പാരിതോഷികമായി നൽകുന്ന ഈ കാര്യം നീ ചെയ്താൽ അഷ്റഫിസ്താൽ, നിനക്ക് 10 കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. നിനക്ക് 10 കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഇതാ അന്നത്തെ പാലത്തനാരിക്ക, ഇത് നീ ചെയ്താൽ നിനക്ക് 10 കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഏതാണ് 10 കാര്യങ്ങൾ? റസൂലുള്ളാഹി പറയുന്നു, ഗഫറല്ലാഹു ലക, ആ കാര്യം ഞാൻ നിനക്ക് വാരിക്കോരി നൽകുന്ന ഈ കാര്യം നീ ചെയ്താൽ ഗഫറല്ലാഹു ലക, നിനക്ക് അള്ളാഹു പുറത്തു തരും ദംബുക, നിന്റെ ദോഷങ്ങളെ, അവ്വലുഹു വ ആഖിറുഹു, ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും, ഖദീമുഹു വ ഹദീഥുഹു, നീ പഴയതായും പുതിയതായും ചെയ്യുന്ന ദോഷങ്ങൾ, വഖതുഹു, നീ പഴച്ച് അറിയാതെ ചെയ്തു പോയതും, വഅൻദുഹു, നീ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തതും, വസഗീറഹു, ചെറിയ ദോഷവും, വകബീറഹു, വലിയ ദോഷവും, വസിർറഹു, നീ രഹസ്യമായി ചെയ്തതും, വഅലാനിയതുഹു, നീ പരസ്യമായി ചെയ്ത ദോഷവും, എല്ലാ ദോഷവും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതാണ്, അള്ളാഹു നിനക്ക് മാപ്പ് നൽകുന്നതാണ് ഈ ഒരു കാര്യം നീ ചെയ്താൽ. ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു കൊടുത്തത്? അത് ഒരു 4 റക്അത്ത് നിസ്കാരമാണ്. ഒരു 4 റക്അത്ത് നിസ്കാരമാണ്. നബി തങ്ങൾ പറയാണ്, അൻ തുസല്ലി 4 റക്അത്ത്, നീ 4 റക്അത്ത് നിസ്കരിച്ചാൽ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ നിനക്ക് കിട്ടും. തഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ, ഓരോ റക്അത്തിലും നീ ഓതണം ഫാത്തിഹത്തുൽ കിതാബ്, വിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ ഓതണം. വസൂറത്തൽ, എന്നിട്ട് നീ സൂറത്ത് ഓതുക. ഫൈദാ ഫറഗ്ത മിനൽ ഖിറാഅത്തി,
ഇനി നീ ഫാത്തിഹ ഓതി ഖിറാഅത്തിൽ നിന്ന് ഓരോ സൂറത്ത് ഓതിയതിന് ശേഷം നീ വിരമിച്ചാൽ ഫീ അവ്വലി റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ വഅൻത ഖായിമുൻ നീ നിന്ന് നിൽക്കുമ്പോൾ നീ ഖിറാഅത്ത് ഓതിയതിന് ശേഷം നീ ചൊല്ലണം നീ ചൊല്ലണം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ 15 മറ 15 പ്രാവശ്യം നീ ചൊല്ലണം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു സുമ്മ തർഫഉ പിന്നെ നീ ഉയർത്തണം فتقولها وانت راكع പിന്നെ നീ കൈ ഉയർത്തിക്കൊണ്ട് റുകൂയിലേക്ക് ചെന്നാൽ റുകൂയിൽ നീ പറയണം 10 പ്രാവശ്യം. ثم ترفع رأسك من الركوع فتقولها 10 നബി തങ്ങൾ പറയാണ് പിന്നെ നീ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നിന്നാൽ അവിടെ നീ 10 പ്രാവശ്യം പറയണം സുബഹി ദിക്ർ. പിന്നെയോ സുമ്മ തസ്ജുദു ഫതഖൂലുഹാ വഅൻത സാജിദുൽ 10 നീ സുജൂദിലായിരിക്കുമ്പോൾ സുജൂദിൽ ചൊല്ലേണ്ട ദിക്റിന് ശേഷം അവിടെ നിന്ന് നീ പറയണം 10 പ്രാവശ്യം ഈ ദിക്ർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ നീ 10 പ്രാവശ്യം പറയണം. പിന്നെ നീ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ 2 സുജൂദിന്റെ ഇടയിൽ ഇരുന്നാൽ നീ അവിടെയും 10 പ്രാവശ്യം പറയണം. സുമ്മ തഖൂലുഹാ ജാലിസുൻ ബൈന സജ്ദതൈനി 2 സുജൂദിന്റെ ഇടയിൽ നീ ഇരിക്കുകയാണ് അവിടെ നീ 10 പ്രാവശ്യം പറയണം. സുമ്മ യസ്തസ്ജുദു ഇന്ന രണ്ടാമത്തെ സുജൂദ് ചെയ്യുമ്പോൾ അവിടെ നീ 10 പ്രാവശ്യം പറയണം. സുമ്മ തർഫഉ റഅസക മിന സുജൂദി പിന്നെ സുജൂദിൽ നിന്ന് നീ എഴുന്നേറ്റാൽ ഫതഖൂലുഹാ 10 രണ്ടാമത്തെ റക്അത്തിലേക്ക് നീ ഉയർന്നു പോകുന്നതിന് മുമ്പ് അതിന്റെ ഇടയിൽ ഇരിക്കുന്ന ചെറിയ ഇരുത്തമുണ്ട്, ആ ഇരുത്തത്തിലും നീ 10 പ്രാവശ്യം പറയണം. ഫദാലിക 75 ഫീ കുല്ലി റക്അത്തിൽ ഇങ്ങനെ 4 റക്അത്ത് നിസ്കരിച്ചാൽ ഓരോ റക്അത്തിലും 75 തസ്ബീഹ് ചൊല്ലി 150 തസ്ബീഹ് 2 റക്അത്തിൽ അങ്ങനെ 4 റക്അത്തിൽ 300 തസ്ബീഹ് ചൊല്ലിയാൽ ഫതഖൂലു ഫീ കുല്ലി റക്അത്തിൽ തഫഅലു ദാലിക ഫീ 4 റക്അത്തിൽ ഇതുപോലെ 4 റക്അത്ത് നീ നിസ്കരിച്ചാൽ ഫൈനസ്തതഅത അൻ തുസല്ലിഹാ ഫീ കുല്ലി യൗമിൽ മറ ഫഫഅൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് 300 തസ്ബീഹ് 4 റക്അത്തിലായിട്ട് ഈ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് നബി തങ്ങൾ അവിടുന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുന്നത്. തസ്ബീഹ് നിസ്കാരം നമ്മൾ നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി പറയുന്നു. ഇബ്നു അബ്ബാസ് തങ്ങളെ ഫൈനസ്തതഅത അൻ തുസല്ലിഹാ ഫീ കുല്ലി യൗമിൽ മറ നിനക്ക് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഇത് നീ നിസ്കരിക്കണം നിർവഹിക്കണം. ഫഫ്അൽ നീ അത് ചെയ്യണം. ഫഇല്ലം തഫ്അൽ നിനക്കത് എല്ലാ ദിവസവും നിനക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ഫഫീ കുല്ലി ശഹ്റിൽ മറ എല്ലാ മാസവും ഒരു പ്രാവശ്യം നീ അത് ചെയ്യണം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നീ ചെയ്യണം. ഫഇല്ലം തഫ്അൽ നിനക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യവും ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഫഫീ കുല്ലി സനത്തിൻ മറ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ വർഷവും ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും ഈ തസ്ബീഹ് നിസ്കാരം നീ നിർവഹിക്കണം. ഇനി അതും നിനക്ക് കഴിയുന്നില്ല ഫഇല്ലം തഫ്അൽ നിനക്ക് അതും കഴിയുന്നില്ല എന്നാൽ ഫഫീ ഉംരിക മറ നിന്റെ ജീവിതത്തിൽ നിന്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ തസ്ബീഹ് നിസ്കാരം നീ നിർവഹിച്ചിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞതാണ് വലിയ ബർക്കത്തുണ്ട്. എല്ലാ ദോഷവും അവ്വലുഹു വ ആഖിറുഹു വ ഖദീമുഹു വ ഹദീസുഹു വ ഖത്അഹു വ അംദഹു വ സഗീറഹു വ കബീറഹു വ സിർറഹു വ അലാനിയതുഹു രഹസ്യമായും പരസ്യമായും ചെറുതും വലുതും മനഃപൂർവ്വവും അറിയാതെയും പൊതുതായതും പഴയതും അവസാനവും ആഖിറും എല്ലാ ദോഷവും അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് തങ്ങളെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അതുപോലെ പല ആളുകളും ഈ ഹദീസിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇത് വലിയ ബർക്കത്തുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ നിസ്കാരം മഹാനായ അബി സ്വൈഫി യമനി റളിയല്ലാഹു അൻഹു പറയുന്നു ഖാല ഇബ്നു അബി സ്വൈഫിൽ യമനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ് യുസ്തഹബു ഈ തസ്ബീഹ് നിസ്കാരം യുസ്തഹബു സ്വലാത്തു തസ്ബീഹ് നിസ്കാരം സുന്നത്താണ് ഇന്ദ സമാനി യൗമിൽ ജുമുഅ ദിവസം വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് സൂര്യൻ ഉദിച്ചാൽ ആ ദിവസം മുതൽ അവനിക്ക് ആ സൂര്യൻ സവാല് മുതൽ അവനിക്ക് വലിയ സുന്നത്താണ് ഈ നിസ്കാരം. എന്നാൽ വെള്ളിയാഴ്ച ദിവസം ഇത് ഓർക്കുമ്പോൾ പ്രത്യേകമായ സൂറത്തുകൾ മഹാനവറുകൾ പറയുകയാണ്. യഖ്റഉ ഫിൽ ഊലാ ബഅദൽ ഫാത്തിഹ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്ത് ഓതേണ്ടതാണ്. രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ ഇല്ലൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത് ഓതണം. വഫി താലിസതി മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും വഫി റാബിഅതി നാലാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഒരാൾ ഓതിക്കൊണ്ട്
ഈ നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ മഹാനവറുകൾ പറയുകയാണ് പിന്നെ അവൻ ഈ നിസ്കാരം അവൻ നിർവഹിച്ചതിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് അവൻ ദുആ ചെയ്താൽ അവന്റെ ആവശ്യം അള്ളാഹു വീട്ടി കൊടുക്കുന്നതാണ്, അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അവന്റെ എന്ത് ആവശ്യമാണെങ്കിലും മോശമല്ലാത്ത അള്ളാഹുവിന്റെ ത്വാഅത്തിനായിട്ടുള്ള ആവശ്യങ്ങൾ ഈ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അവന് ചോദിച്ചാൽ അവനിക്ക് അള്ളാഹു നിറവേറ്റി കൊടുക്കും. അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമുക്കിത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.